ഹലോ ഗായ്സ്. പണ്ടൊക്കെ പനി വരുമ്പോഴല്ലേ ബണ്ണും ബ്രെഡും ചായയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അല്ലാതെയും കഴിക്കാം. പുതിയ ട്രെൻഡ് ബൺ മസ്ക വിത്ത് ഇറാനി ടീ. സോറി ഗായ്സ്, ട്രെൻഡൊക്കെ കഴിഞ്ഞു. അതല്ലേലും അങ്ങനെയാണല്ലോ. ഒരു പഴഞ്ചൊല്ല് പോലെ പശുവും ചത്തു മൂരിലെ പുളിയും പോയി എന്ന്. അതുപോലെ ട്രെൻഡും പോയി, കേരളം മൊത്തം കഴിച്ചും കാണും. എല്ലാം കഴിഞ്ഞ് വീഡിയോ ചെയ്യലാണ് ഇപ്പോഴത്തെ എൻ്റെ ട്രെൻഡ്. സോ ദാറ്റ് ഞങ്ങളും ട്രൈ ചെയ്തു ഫേമസ് ബൺ മസ്ക വിത്ത് ഇറാനി ടീ. ഇറാനി ചായ മുമ്പ് കുടിച്ചു മാഷിന് പരിചയമില്ലല്ലോ അല്ലേ? അപ്പോൾ ചില തട്ടിക്കൂട്ട് ചായ കൊടുത്തും മക്കളെ പറ്റിക്കാന്നേ കുക്കറിൽ ദമ്മിട്ട് തിളപ്പിക്കാതെ തന്നെ ഞാനും ഉണ്ടാക്കി ഇറാനി ചായ. ബട്ട് ഈ ചായയുടെ ടേസ്റ്റും സൂപ്പറായിരുന്നു. ആരും കുറ്റം പറയില്ലെന്നേ സത്യം. ബൈ ദ വേ, സാധനം സൂപ്പറായിരുന്നു. കലക്കി തിമിർത്തു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരുപാടായതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്തായാലും മക്കൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ ഹൈപ്പ് അതുപോലെ തന്നെയുണ്ട്. ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് ബണ്ണ് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത്. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.